ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിലേക്ക് എല്ലാ ശ്രോതാക്കളെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം വീടുകളിൽ ഇരുന്നു കൊണ്ട് കേൾക്കുവാൻ ലഭിച്ചിരിക്കുന്ന അതിമനോഹരമായ ഒരു സമയമാണിത്. ഇത് ദൈവം നമുക്ക് ദാനമായി തന്നതാണ്. ആകയാൽ നന്ദിയുള്ളവരായി പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. അവിടുത്തെ വചനത്തിനായിട്ട് നന്ദി പറയുന്നു. ഇത് ഗ്രഹിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. അവിടുത്തെ പ്രകാശം വചനത്തിന്മേൽ ഉദിപ്പിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലാണ് ഈ ക്ലാസ് നിൽക്കുന്നത്. അനേക ദിവസങ്ങളായി ഈ ബൈബിൾ ക്ലാസ് ടെലിവിഷനിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായി കാണുന്ന അനേക ആളുകളുണ്ട്. ചിലപ്പോൾ ചില പ്രത്യേക കാരണങ്ങളാൽ പ്രോഗ്രാം ലഭിക്കാതെ പോകുന്നുണ്ട്. മറ്റു ചില ദിവസങ്ങളിൽ ആവർത്തിച്ച് ഒരേ പ്രോഗ്രാം, ഒരേ പ്രസംഗം തന്നെ വരുന്നുണ്ട്. ഇതെല്ലാം സാങ്കേതികമായ ചില കാരണങ്ങൾ അതിൻ്റെ പുറകിലുണ്ട് എന്ന് മാത്രം പറഞ്ഞ് ആ വിഷയത്തിൽ നിങ്ങൾ സഹകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളിൽ നിന്ന് പല പ്രസംഗങ്ങൾ ഈ ദിവസങ്ങളിൽ ക്ലാസുകൾ നമുക്ക് ലഭിച്ചു. പ്രധാനമായും യേശു കർത്താവ് അവരോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിൽ വിശ്വസിപ്പീൻ, സ്വർഗത്തിൽ വിശ്വസിപ്പീൻ. ഈ 3 കാര്യങ്ങളായിരുന്നു നമ്മൾ ഇതുവരെ ചിന്തിച്ചത്. അവിടെ നിന്ന് നമുക്ക് മുന്നോട്ട് കയറാനായിട്ട് തുടങ്ങാം. 14:3 ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇന്നത്തെ ക്ലാസ് 14:3 ഈ ബൈബിൾ ഒരു വലിയ സമുദ്രമാണ്. അനേകായിരം വേദസൂക്തങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട്. അതെല്ലാം കൂടെ വായിച്ച ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഇതേതെങ്കിലും മറ്റു ബുക്ക് പോലെ അല്ലല്ലോ, ഇതൊരു ആത്മീയ വെളിപ്പാടല്ലേ. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ ഓരോരോ ഭാഗങ്ങൾ അതത് കാലഘട്ടത്തിലേക്കുള്ളത് ഗ്രഹിക്കാനേ സാധിക്കുകയുള്ളൂ. ഈ 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു വ്യാജമാണോ അതോ സത്യമാണോ? ഇതാണ് ആദ്യത്തെ ചോദ്യം. ഉത്തരം ഇതാണ്: യേശു വ്യാജം പറഞ്ഞിട്ടില്ല, പറയുകയില്ല, പറയേണ്ട ആവശ്യമില്ല. എന്താണ് 3-ാമത്തെ വാക്യത്തിലെ ഈ ബുദ്ധിമുട്ടുള്ള ഭാഗം? നോക്കൂ. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇതാണ് 3-ാം വാക്യം. അപ്പോൾ യേശു പറഞ്ഞത് എന്താ? ഇതിനു മുമ്പ് 13-ാം അധ്യായത്തിൽ യേശു ഇവിടെ നിന്ന് പോകുകയാണ് എന്ന് പല പ്രാവശ്യം പറഞ്ഞു. ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. 13:36 കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചതിന് ഞാൻ പോകുന്ന ഇടത്തേക്ക് നിനക്ക് ഇപ്പോൾ എന്നെ അനുഗമിപ്പാൻ കഴിയുകയില്ല, പിന്നത്തേതിൽ നീ എന്നെ അനുഗമിക്കും. അപ്പോൾ പത്രോസ്, കർത്താവേ, എനിക്കെന്താ ഇപ്പോൾ നിന്റെ കൂടെ വരാൻ കഴിയാത്തത്? ഞാൻ നിനക്ക് വേണ്ടി മരിക്കും എന്നൊക്കെ ആളുകൾ പറയുക. അപ്പം കർത്താവ് ഈ ഭൂമി വിട്ട്, ശിഷ്യന്മാരെ വിട്ട് ഇവിടുന്ന് പോകുന്നു എന്ന് യേശു പറയുകയാണ്. അപ്പം മരണം എന്ന ഒരു കാര്യമേ നമുക്കറിയുള്ളൂ. എന്നാൽ ഇതിനപ്പുറത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്കാർക്കും അറിയില്ല. യേശു ജനിക്കുകയുമല്ലായിരുന്നു, മരിക്കുകയുമല്ലായിരുന്നു. പിന്നെന്തായിരുന്നു? വരികയും പോവുകയുമായിരുന്നു. ഇതാണ് ഇതിനകത്ത് മനസ്സിലാകാൻ ബുദ്ധിമുട്ടുള്ള പ്രശ്നം. നമ്മൾ ജനിക്കുകയും മരിക്കുകയും ചെയ്യുമ്പോൾ യേശു വരികയും പോവുകയും ചെയ്തു എന്നാണ് ബൈബിൾ പറയുന്നത്. പക്ഷേ ജനിക്കുകയായിരുന്നു, മരിക്കുകയായിരുന്നു.
എന്നാൽ യേശു അതിനെക്കുറിച്ച് പറയുന്നത് ഞാൻ പോകുന്നു എന്നാണ്. അതുപോലെ ഞാൻ വന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ വന്നു, അവൻ ഇവിടുന്ന് പോയി. അപ്പോൾ അവൻ പോകുന്നതിനെക്കുറിച്ച് അവൻ പറഞ്ഞ പ്രസ്താവന, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. അപ്പോൾ യേശു കർത്താവ് ഒരു പ്രത്യേക കാര്യം പറയുകയാണ്. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പോൾ എന്തോ ഒരു പ്രത്യേക കാര്യം ഇവിടെ ഉണ്ട്. ഇതാണ് യേശു കർത്താവിൻ്റെ രണ്ടാം വരവ് എന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വേദഭാഗങ്ങൾ ബൈബിളിലുണ്ട്. ഇതിനോട് ബന്ധപ്പെട്ട ഒരു നീണ്ട ബൈബിൾ സ്റ്റഡി ഇതേ കേബിളിലൂടെ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ ഈ ഭാഗത്തൂടെ പോകുമ്പോൾ ഒന്നുകൂടെ പറയട്ടെ, യേശു കർത്താവ് ഭൂമിയിൽ വെച്ച് ചെയ്ത തൻ്റെ സുപ്രധാനമായ ഒരു പ്രഭാഷണത്തിൽ തന്നിങ്ങനെ പറയുകയാണ്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുള്ളൂ. അപ്പോൾ സ്വർഗത്തെക്കുറിച്ച്, മരണത്തിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ച്, മാത്രമല്ല യേശുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് ഈ ഭാഗം നമ്മോട് സംസാരിക്കുന്നു. നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. എന്തിനാണ്? ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിനാണ്. 4-ാമത്തെ വാക്യത്തിലോട്ട് നമുക്ക് നോക്കാം. ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. യേശു അങ്ങ് പറയുകയാണ്, നിങ്ങൾ അറിയുന്നു, ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. ഇത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വാക്യമാണ്. കാരണം 5-ാമത്തെ വാക്യത്തിലേക്ക് നോക്കി. തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും? അപ്പോൾ യേശു പോണ സ്ഥലം ഏതാണെന്ന് വ്യക്തമാകാതെ വഴി എങ്ങനെ അറിയുക? അപ്പോൾ യേശുവിൻ്റെ മറുപടി, യേശുവിനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞു എങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെയെല്ലാം നമ്മളെ കുഴയ്ക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് വെളിപ്പാടുകളാണിത്. മനസ്സിലാക്കാൻ പ്രാർത്ഥനയോടുകൂടെ വീണ്ടും വായിക്കുക. കർത്താവ് പറയുകയാണ്, ഞാൻ പോകുന്നു, പോയിട്ട് വീണ്ടും വരും. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലോട്ടാണ് പോകുന്നത്, അവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. സ്വർഗ്ഗലോകത്തെക്കുറിച്ചായി പറയുന്നത്. മനുഷ്യനത് മനസ്സിലാക്കാൻ ഈ ഭൂമിയിൽ വെച്ച് എത്ര കഴിയും? അധികം കഴിവില്ല. മനുഷ്യൻ്റെ എല്ലാം പ്രശ്നം ഉപജീവന പ്രശ്നമാണ്. ഇവിടെ അവന് ഒരു ജീവിക്കാനായിട്ട് വേണ്ടിയുള്ള പരക്കപ്പാച്ചിലും തത്രപ്പാടിനിടയിൽ ഇതിനപ്പുറത്തിന് വേറൊരു ജീവിതമുണ്ട് എന്ന് പറയുന്നതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതിനകത്തോട്ട് മനസ്സങ്ങോട്ട് കടക്കാൻ പോലും അവന് പറ്റുന്നില്ല. കാരണം അവന് ഇവിടുത്തെ ജീവിതം തന്നെ അവന് ഭാരമാണ്. ഇനി വേറൊരു ജീവിതം വേണോ? ഇതാണ് അവൻ്റെ ചോദ്യം. അപ്പോൾ അവൻ ഇവിടുത്തെ ജീവിതത്തിലെ പ്രാരാബ്ധത്താൽ വലഞ്ഞ് കുഴഞ്ഞ് മനം കലങ്ങിയിരിക്കുക. അപ്പോൾ യേശു പറയുകയാണ്, ഇതിനേക്കാൾ വലുതൊന്നും വരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയിട്ട് ഞാൻ വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴിയൊക്കെ നിങ്ങൾക്കറിയാം. കർത്താവ് എല്ലാം പ്രവചനമാണ് പറയുന്നത്. ഇത് ലാസ്റ്റ് മെസ്സേജായി പറയുന്നത്. ഇത് വലിയ ദിവ്യമായ ദൂതുകളായി പറയുന്നത്. മാനുഷിക വർത്തമാനമല്ലിത്. അത് കാരണം അവർക്കൊന്നും മനസ്സിലാകുന്നില്ല. അവർ പറഞ്ഞു, നീ എങ്ങോട്ടാണ് പോണെന്ന് പറയാതെ ഞങ്ങളെങ്ങനെയാണ് വഴി അറിയുന്നേ? അവൻ മറുപടി കേട്ടോണം. വഴിയോ? വഴി പറയാം. ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. ഇത് വളരെ ഫേമസാണ് ഈ വാക്യം. അനേക പ്രാവശ്യം അനേക പ്രസംഗികരിലൂടെ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു വാക്യമാണിത്. യേശുവിൻ്റെ ഒരു സുപ്രധാന അവകാശവാദമാണിത്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഇംഗ്ലീഷിൽ ഐ ആം ദ വേ, ദ ട്രൂത്ത്, ദ ലൈഫ്. ഇംഗ്ലീഷിൽ നിന്ന് നേരിട്ട് തർജ്ജമ ചെയ്താൽ ഇങ്ങനെ തർജ്ജമ ചെയ്യാം,
ഏക വഴി, ഏക സത്യം, ഏക ജീവൻ. അപ്പോൾ വഴി ഏതാണെന്ന് ചോദിച്ചതിന് ഉത്തരമാണ് ഞാനാണ് വഴി. അപ്പോൾ സംശയങ്ങൾ പിന്നെയും ബാക്കി നിൽക്കുക. അപ്പോൾ അടുത്ത ചോദ്യം, ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുമിരിക്കുന്നു. അപ്പോൾ പിതാവിനെ ആരും കണ്ടിട്ടില്ല, ആർക്കും കാണാൻ കഴിയുകയില്ല. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, കാണാൻ കഴിയില്ലെന്ന് ഇതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞതാണ്. അത് നിങ്ങൾക്കറിയാവുന്ന വാക്യങ്ങളാണ്. യോഹന്നാൻ 1:18. ഇവിടെ യേശു പറയുകയാണ്, നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെ അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുപിടിക്കുന്നു എന്ന് പറഞ്ഞു, പിതാവിനെ. അപ്പോൾ അവിടെയും സംശയങ്ങളാണ് യേശു വിതയ്ക്കുന്നത്. എന്ന് പറഞ്ഞാൽ യേശു ഒരു മനുഷ്യൻ എന്ന നിലയിൽ മനസ്സിലാകുന്ന കാര്യങ്ങൾ മനുഷ്യത്വത്തിൻ്റെ ഭാഷയിൽ മാനുഷിക കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ അധ്യായം വരെ സംസാരിച്ചിട്ടുള്ളത്. രോഗികൾക്ക് സൗഖ്യം, വിശക്കുന്നവർക്ക് ഭക്ഷണം, നീതി കിട്ടാത്തവർക്ക് നീതി, ഇതെല്ലാം മാനുഷിക ഹ്യൂമൻ റൈറ്റ്സ്. അതിലൊക്കെ കർത്താവ് ഇടപെടുകയായിരുന്നു. ദേവലോകത്തിലെ കാര്യം ഇപ്പോൾ പറയുന്നത്, ആത്മലോകത്തിലെ കാര്യം ഇപ്പോൾ പറയുന്നത്, ആത്മീയ കാര്യങ്ങളിലേക്ക് കടക്കുക. അത് മനുഷ്യൻ മനസ്സിലാകാൻ ബുദ്ധിമുട്ടാണ്. ഭൂമിയിലുള്ളത് നിന്നോട് പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ സ്വർഗത്തിലുള്ളത് എങ്ങനെ പറയുമെന്ന് യേശു തന്നെ ചോദിച്ചു. നോക്കൂ, നിങ്ങൾ എന്നെ അറിഞ്ഞു, എൻ്റെ പിതാവിനെ അറിയുമായിരുന്നു എന്ന് പറഞ്ഞാൽ യേശു തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ് ഇവിടെ എന്ന് വേണം മനസ്സിലാക്കാൻ. യേശു തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ് ഇവിടെ. അത് വെളിപ്പെടുത്തുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഉദാഹരണത്തിന്, ഞാൻ ആരാണെന്ന് എൻ്റെ മക്കളെ ബോധ്യപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചാൽ ഞാൻ പരാജയപ്പെടും. എനിക്ക് ഭൂമിയിൽ ലോകത്തിലുള്ള അംഗീകാരങ്ങളും സ്ഥാനമാനങ്ങളും പദവികളും ഞാൻ അക്കമിട്ട് എൻ്റെ കുട്ടികളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാൽ എങ്ങനെ ഇരിക്കും? കൊച്ചുകുട്ടികളെ അഥവാ അവർ ബോധ്യപ്പെട്ടാൽ പോലും അവരത് ഉൾക്കൊള്ളുന്നില്ല. കാരണം അവർക്ക് അതല്ല വേണ്ടത്. അതിനേക്കാൾ വേറെ ഒരു റിലേഷനാണ് അവർക്ക് എന്നോടുള്ളതും എനിക്ക് അവരോടുള്ളതും. അപ്പം യേശു കർത്താവുമായി വളരെ ക്ലോസ് റിലേഷനുള്ള ആളുകളാണ് ഈ ശിഷ്യന്മാർ. എന്നാൽ അവർ യേശുവിനെ ഉള്ള വലിപ്പത്തിൽ കണ്ടിട്ടില്ല. ഉള്ള വലിപ്പത്തിൽ അവർ മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ അവർ ധരിച്ചിരിക്കുന്നത് ദൈവം വേറെവിടെയോ ഇരിപ്പുണ്ടെന്നാണ്. എന്നാൽ ദൈവം മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്നവനാണ് യേശു ക്രിസ്തു എന്ന സത്യം ഇവർക്കും മനസ്സിലായിട്ടില്ല. അപ്പോഴാണല്ലോ പിന്നെ നമ്മുടെ കാര്യം. ഇവർക്കും മനസ്സിലായിട്ടില്ല. കാരണം ഇവരോടൊപ്പം നടക്കുന്നു, ഇവരോടൊപ്പം കിടക്കുന്നു, ഇവരോടൊപ്പം ഭക്ഷിക്കുന്നു, ഇവരോടൊപ്പം വർത്താനം പറയുന്നു. മനുഷ്യരിൽ വെച്ച് അല്പം ശ്രേഷ്ഠനാണ്. അസാധാരണ മനുഷ്യനാണ്, ശ്രേഷ്ഠനായ വ്യക്തിയാണെന്നൊക്കെ അംഗീകരിക്കാം എന്നല്ലാതെ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാണ് എന്ന് മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല. അപ്പോൾ പിതാവായ ദൈവത്തെക്കുറിച്ച് യേശു പറയുക, കാരണം ഞാൻ തന്നെയാണ് പിതാവ് നമുക്ക് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല, ഇവർ കേൾക്കത്തുപോലുമില്ല. അതുകൊണ്ട് പറയുകയാണ്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ വന്നത് നിങ്ങളെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകാനാണ്, സ്വർഗലോകമാണ് നമ്മുടെ പ്രധാന വിഷയം, അതിനുവേണ്ടിയാണ് ഞാൻ വന്നത്. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു വന്നപ്പോൾ ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ല. രണ്ട് പ്രധാനപ്പെട്ട ഡൗട്ട് യേശു ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഞാൻ വിശദീകരിക്കാം. സംശയങ്ങൾ ഉണ്ടായെങ്കിലേ വിശദീകരണങ്ങൾ ലഭിക്കുകയുള്ളൂ. സംശയങ്ങളില്ലാത്ത വിദ്യാർത്ഥി ഒന്നും പഠിക്കുന്നില്ലെന്നാണ്. അപ്പം യേശു കർത്താവ് വളരെ ഡീപ്പായ ഒരു സബ്ജക്റ്റാണ് 13-ാം അധ്യായം മുതൽ പറയാൻ പോണത്. അതേതാണെന്ന് ചോദിച്ചാൽ കുരിശുമരണം, ഉയർത്തെഴുന്നേൽപ്പ്, മടങ്ങിവരവ്. ഇതൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവനെ അറിയാൻ താല്പര്യമേ ഇല്ല. അതാണല്ലോ വിഷയം. എന്നിട്ട് വേണമല്ലോ എന്തിനറിയണം ഇതൊക്കെ? എനിക്ക് എൻ്റെ അന്നന്നത്തെ പ്രശ്നത്തിന് ദൈവത്തിൽ നിന്ന് വല്ല ഉപകാരവും കിട്ടുമോ എന്നറിയാനാണ് ഞാൻ ഈ ദൈവത്തെ വിളിക്കുന്നത്. ഞാൻ എന്തിനു പള്ളിയിൽ പോകണു? ഞാൻ എന്തിനു ബസ്സിൽ ഇരുന്നുകൊണ്ട് കുരിശും തൊന്നും അല്ല ഇവിടുത്തെ എൻ്റെ ആവശ്യം. ഞാൻ ഇന്നിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണ്, അത് ശരിയാവണം. അതിനാണ് ഞാൻ ഇതിൽ ചെയ്യുന്നത്.
അപ്പോൾ ഭൂമിയിലുള്ള മനുഷ്യന് ദൈവത്തെ വേണം. എന്തിനാ? ഭൂമിയിലെ കാര്യങ്ങളിൽ അവനെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റാത്തതുകൊണ്ട്. അവനെ കുഴയുമ്പോൾ അവൻ ആരെങ്കിലും ഒന്ന് വിളിക്കണമെന്ന് മാത്രമല്ല, അവനോട് ദൈവത്തെ അങ്ങ് സങ്കല്പിക്കുകയാണ്. അല്ല, യേശു കർത്താവ് കുറച്ചുകൂടെ കാര്യങ്ങളെ ക്ലിയർ ആക്കുകയാണ്. നിങ്ങളുടെ സങ്കല്പത്തിനപ്പുറത്ത്, ഊഹത്തിനപ്പുറത്ത് ദൈവത്തെ തിരിച്ചറിയുവാനുള്ള സുപ്രധാനമായ പാഠങ്ങൾ ഇവിടെ യേശു വെളിപ്പെടുത്തി. 2 പ്രധാന സംശയങ്ങൾ യേശു ഇവരുടെ മനസ്സിൽ സൃഷ്ടിക്കുന്നു. സംശയമുണ്ടാകത്തക്ക പോലെ സംസാരിക്കുന്നു. സംശയം ഉണ്ടാകത്തക്ക പോലെ സംസാരിച്ചു എന്ന് ഞാൻ 2 തെളിവ് തരാം. 1, വാക്യം 3, ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. 3-ാം വാക്യത്തിന്റെ ഒടുവിൽ ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. അറിയില്ലെന്നുള്ള കാര്യം നമുക്കും അറിയാം, യേശുവിനും അറിയാം, വായിക്കുന്ന എല്ലാവർക്കും അറിയാം. കാരണം യേശു എവിടെയാണ് പോകണമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. തൻ്റെ മരണത്തെക്കുറിച്ചായി പോവുക എന്ന് പറഞ്ഞത്. ഇപ്പം ജർമ്മനിക്ക് പോവുക എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഓക്കെ, അങ്ങനെയല്ല പറയുന്നത്. മരണത്തിൻ്റെ കാര്യമായി പറയുന്നത്. എന്നിട്ട് പറയാം ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുമെന്ന്. അപ്പോഴെങ്കിലും ഇവരൊരു ക്വസ്റ്റ്യൻ ചോദിക്കണം. അപ്പോൾ ഇവർ ഓപ്പണായാലേ, ഇവർ മനസ്സ് തുറന്നാലേ കൂടുതൽ കാര്യങ്ങൾ ഇവരോട് പറയാൻ പറ്റുള്ളൂ. കട്ടി കൂടിയ കാര്യങ്ങൾ പഠിപ്പിക്കണമെങ്കിൽ ഹൃദയത്തിൻ്റെ അറകൾ തുറക്കണം. ബുദ്ധിയുടെ, ചിന്തയുടെ, ഓർമ്മയുടെ വിവിധ അറകൾ തമ്പുരാൻ സൃഷ്ടിച്ചിട്ടിട്ടുണ്ട്. എത്രയോ പഴയ കാര്യങ്ങൾ നിങ്ങളുടെ തലച്ചോറിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ഞാൻ ഇന്നൊരു സ്ഥലത്തൂടെ യാത്ര ചെയ്യുമ്പോൾ, ഞാൻ പണ്ടൊരിക്കൽ വർഷങ്ങൾക്ക് മുമ്പ് ബസ് കാത്തു നിന്നിട്ട് ബസ് കിട്ടാതെ അവിടെ ഒരു പ്രത്യേക കല്ലിൽ ഇരുന്ന കാര്യം പെട്ടെന്ന് അതുവഴി പോയപ്പോൾ ആ ചിത്രം മനസ്സിലൂടെ വന്നു. ഞാൻ നിർത്തിയിട്ട് ആലോചിച്ചു, അന്ന് ഞാൻ എന്തിനിവിടെ വന്നു? അന്ന് ബസ് കിട്ടാതെ എന്തിന് ഞാനിവിടെ ഇരുന്നു? 5 മിനിറ്റ് ഓർത്തപ്പോൾ എനിക്ക് മനസ്സിലായി, ഏതോ ഒരു കല്യാണം ഈ ഭാഗത്തുണ്ടായിരുന്നതിനോടുള്ള ബന്ധത്തിൽ വന്നപ്പോൾ നിന്നതാണ്, ബസ് പോയിട്ട് ഇരുന്നതാണ്, കാര്യമൊക്കെ ഓർമ്മ വന്നു. അപ്പം ഈ പടം എൻ്റെ മെമ്മറിയിൽ കിടപ്പുണ്ട്. അപ്പം ഇങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാവുന്ന ഒരു കൊച്ചു സാധനമാണ് ഇതിനകത്ത് ദൈവം വെച്ചിരിക്കുന്നത്. എന്നാൽ ശ്രദ്ധിച്ചു കേട്ടോളൂ, ഇപ്പോഴും ഓപ്പൺ ആവാത്ത, യൂസ് ചെയ്യാത്ത, കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാത്ത അറകൾ ഇനിയുമുണ്ട്. വിശേഷാൽ ആധ്യാത്മിക രഹസ്യങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള ആ ചിപ്പ്, ആ പ്രത്യേക സ്വിച്ച് ഇപ്പോഴും വർക്ക് ചെയ്തിട്ടില്ല. അതിനകത്ത് കാര്യമായിട്ടൊന്നും കയറിയിട്ടില്ല. അതൊന്ന് തുറക്കാൻ വേണ്ടി ഈശോ മിശിഹാ ശ്രമിക്കുകയാണ് ഇവിടെ. ആ കട്ടിയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ചിലർ ഉറങ്ങിപ്പോവും, ചിലർ വേറെ എങ്ങോട്ടെങ്കിലും നോക്കും, ചിലർ ശ്രദ്ധ മാറും. എന്താണെന്നറിയോ? കഷ്ടപ്പെടാൻ മനസ്സില്ല, ട്രൈ ചെയ്യാൻ മനസ്സില്ല, റിസ്ക് എടുക്കാൻ മനസ്സില്ല. ഇത്രയൊക്കെ അറിഞ്ഞാൽ മതി, ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് വരും. അപ്പോൾ ഇവർ വാടിയ മുഖമുള്ളവരായി, അലസഭാവമുള്ളവരായി, കാര്യങ്ങൾ, ആധ്യാത്മികതയുടെ ആഴങ്ങൾ ഗ്രഹിക്കാനുള്ള ആ മനുഷ്യന്റെ മനസ്സില്ലായ്മ, ആത്മാ ഒരുക്കമുള്ളത്, ജഡം ബലഹീനമെന്നുള്ള ആ വസ്തുത ഇവിടെ വെളിപ്പെടുക. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ എന്ന് ചോദിക്കണ്ടേ? അങ്ങനെ ചോദിച്ചില്ല ഇവര്. വാക്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിൽ വിശ്വസിപ്പീൻ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾ, ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേന് ഇവർ ചാടി വീഴണ്ടേ? അതെവിടെയാ വാസസ്ഥലം? അങ്ങനെ ഒരു സ്ഥലമുണ്ടോ? അവിടെ ഞങ്ങൾക്ക് വരാൻ പറ്റുമോ? മനുഷ്യരാരെങ്കിലും അവിടെ പോയിട്ടുണ്ടോ? ഒന്നും ചോദിക്കുന്നില്ല. അപ്പോൾ ഇത് നമ്മളിതൊക്കെ തന്നെയാണ്. ഇനി നമ്മളിത് ചോദിക്കുന്നത് എപ്പോഴാണെന്നറിയോ? 90 വയസ്സായി എല്ലാ ആശുപത്രിയിൽ നിന്ന് ഉപേക്ഷിച്ച് വീട്ടിൽ കൊണ്ടുപോയിക്കോളാൻ പറയും, ഇഷ്ടമുള്ള ആഹാരമൊക്കെ കൊടുത്ത് കിടത്തിക്കോളാൻ പറയും. അപ്പോൾ ഒരു ചെറിയ ചിന്ത വരും, ഇനി ഇവിടുന്ന് എങ്ങോട്ടായിരിക്കും പോകണമെന്നൊരു ചിന്ത വരും. കാരണം ഇവിടുത്തെ ബിസിനസ് ഒന്നും പിന്നെ നടക്കില്ലല്ലോ. എന്നാൽ നല്ല യൗവനക്കാരായി ഇവരോട് നല്ല യൗവനത്തിൽ നിന്നുകൊണ്ട് യേശു പറയുകയാണ്, ഈ മണ്ണും മണ്ണാങ്കട്ടയും അല്ല, ഇതിനപ്പുറത്തൊരു സംഭവമുണ്ട്. അതിനെക്കുറിച്ചൊരു ഉൾക്കാഴ്ച നിങ്ങൾക്കുണ്ടാകണമെങ്കിൽ നിങ്ങളുടെ അകക്കണ്ണ് തുറക്കണം. അമ്മയുടെ ഉദരത്തിൽ കിടന്നപ്പോൾ നിങ്ങൾ കൂത്താട്ടുകുളവും പിറവവും കോതമംഗലവും പെരുമ്പാവൂരും ഒന്നും കണ്ടില്ല. നിങ്ങളുടെ അമ്മ ഈ ഭാവമൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ കണ്ടില്ല. അപ്പൊ ഇത് കാണാൻ വേണ്ടി നിങ്ങളുടെ കണ്ണ് തുറക്കണമായിരുന്നു. കണ്ണു തുറന്നു, നിങ്ങൾ ലോകം കണ്ടു. അകം കണ്ണു തുറക്കുമ്പോൾ നിങ്ങൾ ആത്മലോകം കാണും.
ഇതാണ് വിഷയം. അപ്പൊ ഇത് തുറക്കുന്നില്ല. ഇതെല്ലാം പറഞ്ഞിട്ട് നോക്കൂ, ഇവർക്കൊരു ആങ്സൈറ്റി ഇല്ലല്ലോ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങൾ എൻ്റെ ഇതൊക്കെ പറഞ്ഞിട്ട് ഒന്നും മിണ്ടുന്നില്ല. എല്ലാവരും ഇങ്ങനെ എൻ്റെ ഭാഷ പറഞ്ഞാൽ പതുക്കെ മയങ്ങിയ മട്ടിൽ ആളുകൾ ഇരിക്കുക. ആട്ടെ. അപ്പോൾ യേശു ഇവർക്ക് സംശയം വരുന്ന നിലയിൽ വളരെ സ്മൂത്തായ, കഠിനമായതല്ല, വളരെ ലളിതമായ രണ്ട് സംശയങ്ങൾ യേശു ഇവിടെ സൃഷ്ടിക്കുന്നു. ഒന്നാമത്തെ സൃഷ്ടിപ്പ് ഇതാണ്: ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. ആ മരുന്ന് കറക്റ്റായിട്ട് എഫക്റ്റ് ചെയ്തു. നോക്കൂ, വാക്യം 4. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് നിങ്ങളെ കാണാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾക്ക് എന്നെ കാണാം. നിങ്ങൾ ബൈബിൾ ഉണ്ടെങ്കിൽ ഉണ്ടാവണം, കാരണം ഇത് ബൈബിൾ സ്റ്റഡിയാണ്. വളരെ ചെലവുള്ളതാണ് ഈ പ്രോഗ്രാം. ദൈവം നിങ്ങൾക്ക് തരുന്ന ഒരു സൗജന്യ അവസരമാണിത്. ഇതിനെ നിസ്സാരമായിട്ട് കാണരുത്. വളരെ പ്രാധാന്യത കൊടുത്തുകൊണ്ട് തന്നെ ബൈബിൾ എടുത്ത് വെച്ച്, നോട്ട്ബുക്ക് എടുത്ത് വെച്ച് കാണണം. നോക്കൂ, വാക്യം 3. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. 3-ന്റെ ലാസ്റ്റ് 4-ാം വാക്യത്തിൽ അത് പറയുന്നത്. 3-ാം വാക്യത്തിൽ ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. എന്നിട്ട് യേശു തന്നെ പറയുകയാണ്, ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയും. അറിയില്ല, ആർക്കും അറിയില്ല. യേശു അങ്ങ് പറയുക, നിങ്ങൾ അറിയും. അപ്പോൾ അവരിടപെട്ടു. വാക്യം 5. തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ ഇതുവരെ പറഞ്ഞു ഒന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും? ഇപ്പൊ മനസ്സിലായോ ഇവർക്കൊന്നും മനസ്സിലായില്ലെന്നുള്ള കാര്യം? അപ്പൊ ഇവരുടെ മുഖത്ത് നോക്കുമ്പോൾ അറിയാം ഇവർക്കൊന്നും മനസ്സിലായിട്ടില്ലെന്ന്. സ്വർഗലോകത്തെക്കുറിച്ച് സംസാരിക്കുന്ന കാര്യങ്ങൾ മനുഷ്യജീവികൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ഇവർക്കിതിന്റെ ആഴത്തിലോട്ട് പോകാൻ കഴിയുന്നില്ല. ആത്മീക രഹസ്യങ്ങൾ ആഴത്തിൽ പഠിക്കാൻ ഇവർക്ക് കഴിവില്ല. ഇവർ അത്രയും ആ വിഷയത്തിൽ പ്രാപ്തരല്ല എന്നുള്ളത് സത്യം. അപ്പോൾ യേശു അവരുടെ മനസ്സിനെ ഉണർത്തുകയാണ്. അതെ, മനസ്സിനെ ഉണർത്തുന്നതാണ് നല്ല അധ്യാപകന്റെ കഴിവെന്നാണ്. മുഴുവനും പഠിപ്പിക്കുകയല്ല, പഠിക്കാനുള്ള വാഞ്ച സൃഷ്ടിച്ചു കൊടുക്കുകയാണ് നല്ല അധ്യാപകൻ ചെയ്യുന്നത്. യേശു അതാണ് ഇവിടെ ചെയ്തത്. പെട്ടെന്ന് തോമസിനും ഉഷാറായി. തോമസ്, കർത്താവേ, നീ എവിടെയാ പോണെന്ന് ഞങ്ങൾക്ക് ഒന്നും ഇതുവരെ പിടികിട്ടിട്ടില്ല, പിന്നെ എങ്ങനെയാ വഴി അറിയുന്നേ? അപ്പോൾ ഒരു സംശയം വന്നല്ലോ. രണ്ടാമത് യേശു സൃഷ്ടിച്ച സംശയം, വാക്യം 7 നോക്കൂ. ഇന്നു മുതൽ നിങ്ങൾ പിതാവിനെ അറിയുന്നു, പിതാവിനെ കണ്ടുപിടിക്കുന്നു. ഇല്ല, ആരും അറിയുന്നുമില്ല, കണ്ടിട്ടുമില്ല. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, കാണാൻ കഴിയുകയില്ല. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന സർവ്വവ്യാപിയും സർവശക്തനുമായ പിതാവായ ദൈവത്തെ മനുഷ്യൻ എങ്ങനെ കാണാനാ? യേശു അങ്ങ് എടുത്തിടുകയാണ്. നോക്കൂ, വാക്യം 7. ഇത് ബൈബിളിലുള്ള കാര്യം പറയുന്നേ. നിങ്ങൾ ഇന്നു മുതൽ പിതാവിനെ അറിയുന്നു, പിതാവിനെ കണ്ടിരിക്കുന്നു. പെട്ടെന്ന് സംശയമുണ്ടായി. വാക്യം 8. ഫിലിപ്പോസ് അവനോട്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണം. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്. സാധാരണയേക്കാൾ ഡീപ്പായ ഒരു വിഷയം യേശു പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനാൽ യേശു ഇവരുടെ മുമ്പിലേക്ക് 2 സംശയത്തിന്റെ പന്തെറിഞ്ഞു. ഒന്നാമത്തേത്, വഴി, സ്വർഗത്തിലേക്കുള്ള വഴി നിങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അറിയാമേല. ഓക്കെ, അറിയാമേലേ, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അറിയണം എന്ന് നിങ്ങളുടെ മനസ്സിൽ താല്പര്യം ഉണ്ടായാലേ എനിക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. 2, പിതാവിനെ നിങ്ങൾക്ക് അറിയണോ? അറിയണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്താ പാസ്റ്റർ ഇങ്ങനെ പറയുന്നത്? ഞാൻ വളരെ ലളിതമായിട്ട് വിശദീകരിക്കാം. നമ്മുടെ അകത്ത് ഒരാഗ്രഹം വന്നാലേ ഒരു കാര്യം പറയാൻ, ഒരു കുടത്തിന്റെ വായ തുറന്നാലേ വെള്ളം ഒഴിക്കാൻ പറ്റുള്ളൂ. ഒരു ബക്കറ്റ് കമഴ്ന്നു കിടന്നാൽ വെള്ളം ഒഴിച്ച പ്രയോജനമില്ല. അപ്പോൾ അകത്തൊരു ഡോർ തുറക്കുകയാണ് ആവശ്യം. ആത്മീയ കാര്യങ്ങൾ ഗ്രഹിപ്പാൻ ഹൃദയത്തിന്റെ കണ്ണ് തുറക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. അതെ, ഞാൻ വീണ്ടും പറയട്ടെ, ആത്മീക കാര്യങ്ങളുടെ രഹസ്യം അറിയാൻ ഹൃദയം തുറന്നു തരണമേ എന്ന് ദൈവത്തോട് ദിനം തോറും പ്രാർത്ഥിക്കുക. രണ്ടാമത്തെ സംശയം, ദൈവത്തെ നിങ്ങൾക്കറിയാം, നിങ്ങൾ കണ്ടിട്ടുണ്ട്
എന്ന് യേശു പറയാം. അപ്പം ഫിലിപ്പോസ് പറഞ്ഞില്ല, ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ യേശു പറഞ്ഞാൽ എന്താ, നിങ്ങൾ നോക്കിയോ? നിങ്ങളുടെ ബൈബിളിലുണ്ട് 14:8. ഫിലിപ്പോസ് അവനോട്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്ര കാലം നിങ്ങളോടുകൂടി ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് പറയുന്നത് എങ്ങനെ? ഞാൻ നിങ്ങളോട് ഈ ക്ലാസ് ഇപ്പോൾ ഇവിടെ നിർത്താൻ പോകുമ്പോൾ പറയട്ടെ, എന്താണ് ഈ രഹസ്യം? യേശു തന്നെ ഇവർക്ക് വെളിപ്പെടുത്തുകയാണ്. ഇന്ന് വരെ യേശുവിൻ്റെ കൂടെ നടന്നെങ്കിലും യേശുവിനെക്കുറിച്ച് ഇവർ അറിയാത്ത അനേക കാര്യങ്ങൾ ഇനിയുമുണ്ട്. അത് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന സമയമായിരുന്നത്. അവനാണ് വഴി, അവനാണ് സത്യം, അവനാണ് ജീവൻ, അവനാണ് പിതാവ്. അഥവാ പിതാവിനെ മനുഷ്യർക്ക് കാണാൻ പിതാവ് വെച്ച ഉപാധിയാണ് പുത്രൻ. യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ സ്വർഗലോകത്തെക്കുറിച്ചോ അദൃശ്യ ദൈവത്തെക്കുറിച്ചോ മനുഷ്യനൊന്നും അറിയാൻ പറ്റത്തില്ല. ആകയാൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? യേശുവിനെ അറിയാൻ വീണ്ടും ശ്രമിക്കാം. എങ്ങനെ ശ്രമിക്കാം? പ്രാർത്ഥനയിലൂടെയും വചന ധ്യാനത്തിലൂടെയും. ഇന്നത്തെ സമയം തീരുന്നു, പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് എത്ര നല്ലവനാണ്. അങ്ങയെക്കുറിച്ച് തന്നെ വെളിപ്പെടുത്തി തരുന്ന ഈ സത്യങ്ങൾ എത്ര ശ്രേഷ്ഠമാണ് പിതാവേ. ഞങ്ങൾക്ക് ഇനിയും അറിയണം, അങ്ങയെ അറിയണം. അങ്ങേ ലോകത്തെക്കുറിച്ച് ഞങ്ങൾക്കറിയണം, അങ്ങയെക്കുറിച്ച് ഞങ്ങൾക്കറിയണം. അത് ഞങ്ങളുടെ ആഗ്രഹമാണ്, അത് ഞങ്ങൾ അപേക്ഷിക്കുന്നു പിതാവേ. യേശുവേ, അങ്ങയെ അറിയേണ്ടതുപോലെ അറിഞ്ഞ് അങ്ങേ ലോകത്തെയും അറിയുവാൻ കൃപ തന്നാലും അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഈ ക്ലാസ് മറ്റുള്ളവരെയും കൂടെ കേൾക്കാൻ ഉത്സാഹിപ്പിക്കുക. ദൈവം നിങ്ങളെ സൃഷ്ടാവാം ദൈവമേ യേശു